എന്നെ നടത്തേണമേ. നിന്റെ കൽപ്പനകളുടെ പാതയിൽ എന്നെ നടത്തേണമേ. 119 സങ്കീർത്തനം 35 വാക്യം. അന്ത്യ അത്താഴ സമയത്ത് ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളിൽ ഒരുത്തൻ എന്നെ കാണിച്ചു കൊടുക്കും എന്ന് യേശു പറഞ്ഞപ്പോൾ യേശുവിനെ കാണിച്ചു കൊടുക്കുവാൻ പോകുന്നത് ആരാണെന്ന് അറിയുവാൻ പത്രോസിന് വലിയ ആകാംക്ഷയുണ്ടായി. യോഹന്നാന്റെ സുവിശേഷം 13 21 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. കാണിച്ചു കൊടുക്കുന്ന വ്യക്തിയുടെ പേര് യേശു സൂചിപ്പിച്ചിരുന്നെങ്കിൽ പത്രോസ് എന്തു ചെയ്യുമായിരുന്നു എന്ന് ഊഹിച്ചു നോക്കുക. യൂദയ്ക്കെതിരായി തന്റെ വാളെടുക്കുമായിരുന്നു. എത്രയോ സന്ദർഭങ്ങളിൽ കർത്താവ് നമ്മുടെ ബലഹീനതകളെ മനസ്സിലാക്കി പരീക്ഷിക്കപ്പെടാവുന്ന സാഹചര്യങ്ങളിൽ നിന്ന് നമ്മെ വിടുവിച്ചിട്ടുണ്ട്. നമ്മുടെ വിഡ്ഢിത്തത്തിലും എടുത്തുചാട്ടത്തിലും കർത്താവ് ഒരിക്കൽ പോലും കൈവിടുകയോ ഉപേക്ഷിക്കുകയോ ചെയ്യാതെ നമ്മെ സംരക്ഷിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യുന്നു. അവനോട് നാം എത്ര നന്ദിയുള്ളവരായിരിക്കണം. പത്രോസ് അമിതമായ വിശ്വാസത്തിനും എടുത്തുചാട്ടത്തിനും പ്രതീകമാണ്. യേശു ഗെത്സമനയിലേക്ക് പോകുമ്പോൾ പത്രോസിനോട് സാത്താൻ നിന്നെ നശിപ്പിക്കുവാനുള്ള ഉദ്ദേശ്യം ഉണ്ടെന്ന് മുന്നറിയിപ്പ് നൽകി. അവൻ വിശ്വാസത്തിൽ ബലഹീനനാണെന്നും ശരിയായ മാനസാന്തരം ആവശ്യമാണെന്നും യേശു അവന് വെളിപ്പെടുത്തി കൊടുത്തു. ശിമോനെ ശിമോനെ, സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റേണ്ടതിന് കൽപ്പന ചോദിച്ചു. ഞാനോ നിന്റെ വിശ്വാസം പൊയ്പോകാതിരിപ്പാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. എന്നാൽ നീ ഒരു സമയം തിരിഞ്ഞു വന്ന ശേഷം നിന്റെ സഹോദരന്മാരെ ഉറപ്പിച്ചുകൊള്ളുക എന്ന് ലൂക്കോസിന്റെ സുവിശേഷം 22 31-32 വാക്യങ്ങളിൽ വായിക്കുന്നു. എന്നാൽ ഈ മുന്നറിയിപ്പുകൾ ഗ്രഹിക്കുവാൻ പത്രോസ് ഒരുക്കമായിരുന്നില്ല. ഉടനടി അവൻ പറഞ്ഞത്, കർത്താവേ, ഞാൻ നിന്നോടുകൂടെ തടവിലാകുവാനും മരിപ്പാനും ഒരുങ്ങിയിരിക്കുന്നു എന്നാണ്. പത്രോസും സങ്കീർത്തനക്കാരനും തമ്മിലുള്ള വലിയ വ്യത്യാസം നോക്കുക. അല്പം പോലും ഒരുക്കമില്ലാതിരുന്നപ്പോഴാണ് ഞാൻ ഒരുങ്ങിയിരിക്കുന്നു എന്ന് പത്രോസ് പറഞ്ഞത്. എന്നെ നടത്തേണമേ എന്നായിരുന്നു സങ്കീർത്തനക്കാരന്റെ പ്രാർത്ഥന. തന്റെ കഴിവുകൊണ്ട് യേശുവിനെ പിൻപറ്റാം എന്ന പത്രോസിന്റെ കണക്കുകൂട്ടലിൽ തെറ്റുപറ്റി. നമ്മിൽ അനേകർക്കും ഈ തെറ്റുപറ്റുന്നു. അമിതമായ ആത്മവിശ്വാസത്തിലാണ് നാം പ്രവർത്തിക്കുന്നതെന്ന് അറിയുന്നില്ല. കർത്താവിനു വേണ്ടി എന്തെങ്കിലും ചെയ്യുവാൻ താൻ ഒരുക്കമാണ് അല്ലെങ്കിൽ പ്രാപ്തനാണ് എന്ന് ആർക്കെങ്കിലും തോന്നിയാൽ യഥാർത്ഥത്തിൽ അവൻ അല്പം പോലും പ്രാപ്തനല്ല. പ്രിയ ദൈവപൈതലേ, നിങ്ങളുടെ സ്വന്തം പരിശ്രമത്താലോ പ്രയത്നത്താലോ യാതൊന്നും ചെയ്യുവാൻ സാധ്യമല്ല. ആകയാൽ എന്നെ പഠിപ്പിക്കണമേ, നയിക്കണമേ, വഴി കാണിക്കണമേ എന്ന് താഴ്മയോടെ കർത്താവിനോട് അപേക്ഷിക്കുക. അതെ കർത്താവേ, നിന്റെ കൽപ്പനകളുടെ പാതയിൽ എന്നെ നടത്തണമേ എന്ന് നമുക്ക് ആവശ്യപ്പെടാം.